ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. നമുക്ക് എല്ലാവർക്കും തന്നെ തട്ടുകടയിലെ എല്ലാ ഫുഡും ഇഷ്ടമാണ്. അപ്പം നമുക്കിന്ന് തട്ടുകട സ്റ്റൈലൊരു റെസിപ്പി നോക്കാം. അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലെ തട്ടുകടയിലൊക്കെ ട്രെൻഡായിട്ടുള്ളൊരു ഐറ്റമാണ് എഗ് ഓംലെറ്റ് വൺ സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ വലിയ സംഭവമൊന്നുമില്ല, നമുക്കും അത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. വൺ സൈഡും ഡബിൾ സൈഡും ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് 4 മുട്ട എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് സവോള ഒരെണ്ണം. സവോള ഇതുപോലെ തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പച്ചമുളക് 3 എണ്ണം, അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പില ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മല്ലിയില. മല്ലിയില വന്നിട്ട് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ ആവശ്യമുള്ളത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയിലോട്ട് ഒരു 2 നുള്ള ഉപ്പ് മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. തട്ടുകടയിൽ അങ്ങനെയാണ്, കുരുമുളക് പൊടി മാത്രമല്ല അവർ ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇടുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഓയിൽ വേണം. ഇനി പ്രിപ്പറേഷൻ നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. നാല് മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഈ ഉപ്പും മുട്ടയും കൂടെ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് അടിച്ച് പതപ്പിക്കണം. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. സവോള ചേർക്കാം. ഇത് കുറച്ച് കൂടുതൽ സവോളയുണ്ട്, ഞാൻ മുഴുവനും ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർക്കാം. പച്ചമുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില ചേർക്കാം. ഇതെല്ലാം കൂടി ഇനി നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. തട്ടുകടകളിൽ അവർ ചെയ്യുന്നത് ഒരു ഗ്ലാസ്സിലേക്ക് മുട്ടയും ഉപ്പും എണ്ണയും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യും. പിന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അവർ ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ആവശ്യമുള്ള ഓംലെറ്റ് ഉണ്ടാക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ചെടുത്ത് മിക്സ് ചെയ്ത് ചൂടായ തവയിലിട്ടിട്ട് അവർ ഫ്രൈ ആക്കിയെടുക്കും. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. ഇപ്പം നമ്മുടെ തവ നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ട ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 1/2 ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് റൗണ്ട് ചെയ്യുക. തട്ടുകടകളിലൊക്കെ തവ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണ്, അതുകൊണ്ട് അവർക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലെ ഇതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. നല്ല റൗണ്ട് തവ ആയതുകൊണ്ട് നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കാം. 2 നുള്ള ഉപ്പുമായിട്ട് മിക്സ് ചെയ്ത കുരുമുളക് പൊടിയാണ്. ഇനി ഒരു 2-3 മിനിറ്റ് ഇതിനെ ലോ ഹീറ്റിൽ നമുക്ക് വൺ സൈഡ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് വശമൊക്കെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അതേസമയം നടുക്ക് വശം കുറച്ച് വെറ്റാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഒരുപാട് ഇത് മൊരിയിച്ചെടുക്കത്തില്ല. വൺ സൈഡ് മാത്രം ഒന്ന് കുക്കായിട്ട് വന്നാൽ മതി. ഇനി നമുക്കിതിനെ തവി ഉപയോഗിച്ചിട്ട് ഇതുപോലെ സൈഡ് വശം ഇളക്കിയെടുക്കാം. ആദ്യമേ പൊട്ടിപ്പോകാതെ ഇതുപോലെ ഇളക്കിയെടുത്ത് നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ വൺ സൈഡ് ഓംലെറ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് 2 സൈഡ് ഓംലെറ്റ് തയ്യാറാക്കാം. സെക്കൻഡ് ഹാഫ് മുട്ട ഇതിലേക്ക് ഒഴിച്ച് ഇതുപോലെ സ്പ്രെഡാക്കുക. ഡിഫറൻസ് ഒന്നുമില്ല. ഇത് വൺ സൈഡ് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് നമുക്കിത് മറിച്ചിട്ട് 1 മിനിറ്റ് കഴിയുമ്പോൾ എടുക്കാം. നമ്മൾ 2 സൈഡ് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ മറിച്ചിടുമ്പോൾ അതിൻ്റെ എളുപ്പത്തിനാണ്, കരിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് 1 സ്പൂൺ ഓയിൽ ഒഴിക്കുക. 2-3 മിനിറ്റിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം.
അപ്പോൾ ഇതിൻ്റെ വൺ സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട ശേഷം ജസ്റ്റ് ഒരു മിനിറ്റ് താഴെ ഒന്ന് കുക്ക് ചെയ്താൽ മതിയാവും. ഇപ്പം നമ്മുടെ 2 സൈഡ് ഓംലെറ്റും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തട്ടുകട സ്റ്റൈൽ 1 സൈഡ് ആൻഡ് 2 സൈഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. എൻ്റെ മോനൊക്കെ സാധാരണ മുട്ട കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. പക്ഷേ ഇവ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത ശേഷം മുട്ടയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടികളെയൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ട്രൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്